ഉത്രം, അത്തം, ചിത്തിര, മകയിരം, തിരുവാതിര, പുണർദം, വിശാഖം, അനിഴം, തൃക്കേട്ട, കാർത്തിക, രോഹിണി എന്നിങ്ങനെയുള്ള 11 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഓഗസ്റ്റ് മാസം 21-ാം തീയതി വ്യാഴാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നതുമായ ഒരു ദിവസമാണ്. മാത്രമല്ല, ഈ 11 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും പലപ്പോഴും നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചതിലും വിപരീതമായി ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഇതിൽ ഭൂരിഭാഗം വ്യക്തികളുടെയും ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് വിപരീത ദിശയിലാണ്. എന്നാൽ ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഓഗസ്റ്റ് മാസം 21-ാം തീയതി വ്യാഴാഴ്ച സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ ഓഗസ്റ്റ് 21-ാം തീയതി ഈ 11 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഓഗസ്റ്റ് 21-ാം തീയതി വ്യാഴാഴ്ച ഈ 11 നക്ഷത്രക്കാരിലേക്കും വരുവാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഏറ്റവും അധികം സവിശേഷതകൾ നൽകുന്നത് ശുക്രന്റെ രാശിമാറ്റമാണ്. അതായത് സമ്പത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഉയർച്ചകളുടെയും എല്ലാം ദാതാവായ ശുക്രന്റെ രാശിമാറ്റം ഈ ഒരു ദിവസം സംഭവിക്കുന്നത് ഈ 11 നക്ഷത്രക്കാരെയും ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള പല കാര്യങ്ങളിലൂടെയും കൊണ്ടുപോകും. അപ്രകാരം നോക്കുമ്പോൾ ഇതിൽ ഒന്നാമതായി ശുക്രന്റെ രാശിമാറ്റം വളരെയധികം ഗുണകരമായ ഫലങ്ങൾ നൽകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. ഈ ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾ ഇപ്പോഴുള്ള ദൈനംദിന ജീവിതത്തിൽ പോലും നേരിടുന്ന വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല. കുറച്ചുകൂടി വ്യക്തമായി പറയുവാനാണെങ്കിൽ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുവരുന്തോറും അടുത്ത പുതിയ പ്രശ്നങ്ങൾ തലപൊക്കി വരുന്ന അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എല്ലാം തന്നെ വലിയ പ്രശ്നങ്ങളല്ലെങ്കിൽ പോലും മനസമാധാനം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള സാഹചര്യമാണ് ഭൂരിഭാഗം ആളുകളും നേരിടുന്നത്. എന്നാൽ മനസ്സിൽ എന്തൊക്കെ തരത്തിലുള്ള ദുഃഖങ്ങളും മാനസിക സംഘർഷങ്ങളും ഉണ്ടായിരുന്നവരാണ് നിങ്ങളെങ്കിലും ഈ ശുക്രന്റെ രാശിമാറ്റം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചെടുക്കുവാനുള്ള മഹാഭാഗ്യമായിരിക്കും ഇതോടെ വന്നു ചേരുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഓഗസ്റ്റ് 21-ാം തീയതി വ്യാഴാഴ്ച ചില നിക്ഷേപങ്ങൾ ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഉതകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുമുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദീർഘകാലങ്ങളായി ചില കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനായി അതിൻ്റെ പിന്നാലെ കഠിനാധ്വാനം ചെയ്യുകയും ആ ഒരു കാര്യത്തിന് വേണ്ടി നെട്ടോട്ടമോടുകയും ചെയ്തിരുന്ന ഉത്രം, അത്തം, ചിത്തിര വരുന്ന 3 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലം കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള ശുഭസമയമായിരിക്കും ഈ ശുക്രന്റെ അനുഗ്രഹം കൊണ്ട് വന്നു ചേരുന്നത്. മാത്രമല്ല, കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചില മംഗളവാർത്തകൾ കേൾക്കുവാനും എല്ലാ തടസ്സങ്ങളും നീങ്ങി നിങ്ങളുടെ വിവാഹം ഏറ്റവും മംഗളകരമായി നടക്കുന്നതിന് മുന്നോടിയായുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നതുമായ ഒരു ദിവസം കൂടിയായിരിക്കും ഈ ഓഗസ്റ്റ് മാസം
21 വ്യാഴാഴ്ച. അതുമാത്രമല്ല, എല്ലാ വിധത്തിലും കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ കഴിയുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ഏതൊക്കെ മേഖലയിലാണോ ഇടപെടുന്നത് അവിടെയെല്ലാം ഏറ്റവും ശോഭിച്ചു നിൽക്കുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ട് നിങ്ങൾക്ക് കൈവരുന്നത്. ഇനി അതുപോലെ തന്നെ സാമ്പത്തികമായി ഒരു വളർച്ച ആഗ്രഹിക്കുന്ന ചില കന്നിരാശിക്കാർ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ കാര്യങ്ങൾ ഒന്നും തന്നെ പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ശുക്രൻ എന്നത് സമ്പത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും ദാതാവായതിനാൽ തന്നെ ശുക്രൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നതോടെ നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു ഉന്നമനം കൈവരിക്കുവാൻ കഴിയുകയും നിങ്ങളുടെ കർമ്മമേഖലയിൽ പല വിധത്തിലുള്ള ഉയർച്ചകളും നേടിയെടുക്കുവാനുള്ള ഭാഗ്യം തെളിയുകയും ചെയ്യും. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു പുതിയ കാര്യത്തിന് തുടക്കം കുറിക്കുകയോ നിങ്ങളുടെ സ്വപ്നത്തിന് സാക്ഷാത്കാരം കാണുകയോ ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന വ്യക്തികളോട് എല്ലാ സന്തോഷങ്ങളും പങ്കുവെക്കുവാൻ നിൽക്കരുത്. കാരണം എല്ലാവരും നിങ്ങളുടെ ഉന്നമനത്തിൽ സന്തോഷം കണ്ടെത്തുന്നവർ ആയിരിക്കണം എന്നില്ല. അതിനാൽ തന്നെ നിങ്ങൾ തുടക്കം കുറിച്ച കാര്യം പൂർണ്ണ വിജയത്തിലെത്തി നിങ്ങൾക്ക് അതിലൊരു ഉറപ്പ് വന്നതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് നിങ്ങളുടെ സന്തോഷം പങ്കുവെക്കുക. അപ്പോൾ കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് 21 വ്യാഴാഴ്ച ശുക്രൻ്റെ ശുഭകരമായ സ്വാധീനം കൊണ്ട് പല വിധത്തിലുള്ള സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും മികച്ച ആരോഗ്യസ്ഥിതിയുമെല്ലാം തന്നെ നിങ്ങൾക്ക് വന്നു ചേരും. ഇനി രണ്ടാമതായി ഈ ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ട് ഓഗസ്റ്റ് 21 വ്യാഴാഴ്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിക്കാരെ പറ്റി പറയുമ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുടുംബത്തിൽ ഒരു മനസമാധാനവുമില്ലാതെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് കുടുംബത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആരോഗ്യപരമായും വളരെയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള സന്തോഷവും അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തെ തന്നെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്ന തരത്തിൽ ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയമായിട്ടാണ് ഈ ശുക്രൻ്റെ രാശിമാറ്റം കണക്കാക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് 21 ചില മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളെപ്പറ്റി സ്വയം അഭിമാനിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു ദിവസമായിരിക്കും. അത്തരത്തിൽ ഈ ഒരു ദിവസം നിങ്ങൾക്ക് വരുവാൻ പോകുന്ന സന്തോഷ വാർത്ത നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരെയും സന്തോഷിപ്പിക്കുകയും അവർക്ക് നിങ്ങളിലുള്ള വിശ്വാസവും മതിപ്പും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായി ചില അഭിമാന നിമിഷങ്ങൾ പ്രപഞ്ചശക്തിയുടെ കടാക്ഷം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇത് എന്നുള്ളത് അച്ചിട്ടാണ്. ഇനി അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളുമായി വളരെ വലിയ കഷ്ടത നിറഞ്ഞ സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ചില മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളും ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളുടെ നല്ല കാലത്ത് നിങ്ങളോടൊപ്പം നിന്നിട്ടുള്ള പലരും നിങ്ങൾക്ക് ഒരു കഷ്ടകാലം വന്നപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരാണ്. മാത്രമല്ല ഇപ്പോഴും നിങ്ങളുടെ ഉയർച്ച കാണുവാൻ
ആഗ്രഹിക്കുന്നവരെക്കാൾ അധികം നിങ്ങളുടെ തകർച്ചയിൽ സന്തോഷിക്കുന്നവർ തന്നെയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ തകർച്ച കാണുവാൻ ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ പല വിധത്തിലുള്ള ജീവിത നേട്ടങ്ങളും കൈവരിക്കുവാനുള്ള മഹാഭാഗ്യമാണ് നിങ്ങളിൽ തെളിഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, മിഥുനം രാശിക്കാരായിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കൾക്ക് വളരെയധികം സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് വന്നു ചേരുന്നത്. കാരണം ചെറിയ കുട്ടികളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ജോലി ചെയ്യുന്ന മക്കളാണെങ്കിലും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഏറ്റവും അധികം നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്ന ഒരു സമയമാണ് ഇത്. മക്കൾ നേടിയെടുക്കുന്ന പല ഉയർച്ചകളും കണ്ട് സന്തോഷിക്കുവാനുള്ള യോഗം മിഥുനം രാശിക്കാരുടെ മാതാപിതാക്കൾക്ക് ഈ ഒരു സമയത്ത് വളരെയധികമാണ്. മാത്രമല്ല, ഈ ഓഗസ്റ്റ് 21 തീയതി ജന്മദിനം ആഘോഷിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അത് ഏറ്റവും ഭാഗ്യകരമായ ഒന്ന് തന്നെയാണ്. കാരണം നിങ്ങളുടെ വരും വർഷം നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും സമ്പത്തും വന്നു നിറയുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബം ഉയർച്ചയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കഷ്ടപ്പാടിലൂടെയും ജീവിത പ്രാരാബ്ദങ്ങളിലൂടെയും ജീവിതത്തെ തള്ളി നീക്കിയിരുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല അനുഭവങ്ങളും സന്തോഷവും സമാധാനവും മികച്ച ആരോഗ്യസ്ഥിതിയും സാമ്പത്തിക നേട്ടങ്ങളുമെല്ലാം തന്നെ വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും ഈ ശുക്രന്റെ രാശിമാറ്റത്തോടെ സ്വന്തമാകുവാൻ പോകുന്നത്. ഇനി മൂന്നാമതായി ഈ ഓഗസ്റ്റ് 21 തീയതി വ്യാഴാഴ്ച ശുക്രന്റെ രാശിമാറ്റം സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിക്കാരിൽപ്പെടുന്ന ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളിൽ നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ പറ്റിയുള്ള തീരുമാനങ്ങൾ പോലും സ്വയം എടുക്കുവാൻ കഴിയാതെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അതായത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളെപ്പറ്റി സ്വയം ഒരു മതിപ്പില്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. അതായത് ആരൊക്കെയോ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ. എന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പരാജയമോ ഒരു ദുഃഖമോ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അനന്തരഫലം നിങ്ങൾ മാത്രമായിരിക്കും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ മറ്റുള്ള ചില വ്യക്തികളുടെ സ്വാധീനം കൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പോലും സമാധാനക്കേടുകളും കലഹങ്ങളും അനുഭവിച്ചു വരുന്ന ചില വൃശ്ചികം രാശിക്കാരും ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തെ പറ്റിയും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെപ്പറ്റിയും തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ തന്നെ ആയിരിക്കണം എന്നതാണ്. പ്രത്യേകിച്ച് ഈ ശുക്രന്റെ സ്വാധീനം നിങ്ങളിലേക്ക് വരുന്ന ഈ ഓഗസ്റ്റ് 21 തീയതി വ്യാഴാഴ്ച വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് അത്തരത്തിൽ ചില തീരുമാനങ്ങൾ സ്വയം എടുക്കുവാൻ കഴിയുകയും അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ വഴിത്തിരിവാവുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സാമ്പത്തിക മേഖലയിൽ വളരെ വലിയ ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയം കൂടിയായിരിക്കും ഈ ശുക്രന്റെ രാശിമാറ്റത്തോടെ വന്നു ചേരുന്നത്. പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോകുവാനൊക്കെ ആഗ്രഹിക്കുന്ന വൃശ്ചികം രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇത്. ഇതുവരെ എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങൾ നേരിട്ടിരുന്നുവെങ്കിലും അതെല്ലാം നിങ്ങളിൽ നിന്ന് അകന്ന് തടസ്സങ്ങളെല്ലാം തന്നെ നീങ്ങി വിദേശ വരുമാനം നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകും. ഈ വൃശ്ചികം രാശിക്കാരിൽ ശുക്രന്റെ രാശിമാറ്റം കൊണ്ട് ഭൗതിക സുഖങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ആത്മീയമായ സന്തോഷങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന സമയം കൂടിയായിരിക്കും ഇത്. അപ്പോൾ ഇത്രയധികം ഭാഗ്യം നിങ്ങളിൽ വന്നു ചേരുന്ന ഈ ഒരു സമയത്ത് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ
നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിക്കാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നു ചേരുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതം ഒരു ഉന്നമനത്തിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഇനി നാലാമതായി, ഈ ശുക്രന്റെ രാശിമാറ്റം വളരെയധികം ഗുണഭാവത്തിൽ നിൽക്കുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെങ്കിലും അതിലുപരിയായി നിങ്ങൾക്ക് നേട്ടങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇടവം രാശിക്കാരിൽ ആരോഗ്യകാര്യത്തിലൊക്കെ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥകൾ ഉണ്ടാകുവാൻ പോകുന്ന സമയമായിട്ടാണ് കാണുന്നത്. അതായത് ആരോഗ്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അനുഭവിച്ചിരുന്നവരാണെങ്കിൽ പോലും ഈ ശുക്രന്റെ സ്വാധീനം നിങ്ങളിൽ ഗുണകരമായി നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് മികച്ച ആരോഗ്യവും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ശുഭകരമായ അനുഭവങ്ങളും ഈ ഒരു ദിവസം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് 21-ാം തീയതി പുതിയ ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാൻ ഇരിക്കുന്നവർക്കും അതുപോലെ തന്നെ ചില പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുമൊക്കെ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും. അതായത് നിങ്ങളുടെ പരിശ്രമങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണ വിജയം മാത്രമായിരിക്കും സമ്മാനിക്കുന്നത്. എന്നാൽ നിങ്ങൾ ചെയ്യുവാനിരിക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി ഇടവം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് മനസ്സിൽ ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതായത് എന്തോ ഒരു ഭയമോ ഇതിൽ നിന്ന് ഒരു പരാജയം വന്നാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്തയോ നിങ്ങളെ പല കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഭാഗ്യത്തിൻ്റെ തുണ നിങ്ങളോടൊപ്പം ഉള്ളതിനാൽ തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു വിജയം സ്വന്തമാക്കുവാൻ കഴിയും. മാത്രമല്ല ഈ ഓഗസ്റ്റ് 21-ാം തീയതി വ്യാഴാഴ്ച ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ധനവരവുകൾ ഉണ്ടാകുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നു. അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടവം രാശിയിൽപ്പെട്ട ചില വ്യക്തികൾ ഈ ഒരു ദിവസം ദൂരയാത്രകൾ ചെയ്യുവാനായി തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നവരുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ പോകുന്ന കാര്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയം തന്നെയായിരിക്കും ഇത്. അതോടൊപ്പം തന്നെ മികച്ച ആരോഗ്യസ്ഥിതിയും മാനസിക സന്തോഷവുമെല്ലാം തന്നെ ഇടവം രാശിക്കാരെ തേടിയെത്തുന്ന സമയമാണ് ഈ ശുക്രന്റെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 4 രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഓഗസ്റ്റ് 21-ാം തീയതി വ്യാഴാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല അനുഭവങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുവാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.